ഞങ്ങളിപ്പോ ഉള്ളത് ഹാൻജോയിലെ പീപ്പിൾ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ്. ഇതുണ്ടോ ഒരു നീരാളിയുടെ ഇതിൽ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ബാഗ് ഉണ്ട്, ചായയുടെ കപ്പുണ്ട്, അതുപോലെ തന്നെ ഇത് അവിടെ ഒരു ബർഗർ ഉണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇന്ന് ഹാൻജോ നഗരത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാവേ. ഇത് ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ഹാൻജോയിലെ ഒരു ലോക്കൽ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ചൈനീസ് ഫുഡുകൾ കിട്ടാനുണ്ട്. ഇത് നോക്കിക്കേ, ഇത് ചിക്കൻ്റെ പാർട്സുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അപ്പം അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നടക്കുകയാണ്, എവിടെയാണ് നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് കിട്ടുകയെന്ന് വിചാരിച്ചു. ഇത് രണ്ട് സൈഡിലും കാണുന്നത് ഓരോരോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അവിടെ വിവിധ തരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ കണ്ടോ, അതുപോലത്തെ ഒരു വണ്ടിയിലാണ് ഇവിടെ എല്ലാവരും ഡെലിവറി ചെയ്യുന്ന. ഷോർട്ട് ഡിസ്റ്റൻസിലെ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫൈനലി ഞങ്ങളൊരു ദോശ ഉണ്ടാക്കുന്ന ഒരു അമ്മച്ചിയുടെ കട കണ്ടുപിടിച്ചു. അപ്പൊ ഈ ദോശ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആ ദോശ എങ്ങനെയാണ് ആ അമ്മച്ചി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ഒരെണ്ണം മേടിച്ചാൽ മതി. ഇല്ല ಇದೆ ಉಯ್ಯ ಅಂದೋ മെഷ് കുഴപ്പമില്ല. കേക്ക് അതെല്ലാം ഇട്ട് അവര് മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ മറിച്ചിട്ട് അല്ല, റസ്ക് പോലത്തെ സാധനം വെക്കണം. അത് ഉരുളക്കിഴങ്ങല്ലേ? ക്ഷമയുടെ സ്വന്തം വെല്ലുമിച്ചി ആയിരിക്കും അല്ലെ. കടയില് വേറെ ആൾക്കാരും വന്ന് നിൽക്കുന്നുണ്ട്. ലാങ്ക തൈച്ചിലും മിയാങ്കിവോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദോശയും മേടിച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ കൂടെ നടക്കുവാണ് കേട്ടോ. അപ്പം ഇവിടെയും വേറെ വിവിധ തരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡുകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ വന്ന എന്ത് ഫുഡും കഴിക്കുമെന്നുള്ളവർക്ക് ഒരുപാട് വെറൈറ്റികൾ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ഹലാൽ വേണ്ടവർക്ക്, അങ്ങനെ ചില ഫുഡുകൾ കഴിക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാർക്ക്, വെജിറ്റേറിയൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൈനയിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. അല്ലാതെ എന്തും കഴിക്കും എന്ന് ഉള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് വിചാരിക്കണം. ഈ ഒരു സ്ട്രീറ്റിൽ പോലും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതുപോലെയാണ് കേട്ടോ. ചൈനയുടെ ഈ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളും, ഈവൻ ഫുഡ് കഴിക്കുന്ന സ്ഥലം, ഇതുപോലെ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ കൂടി എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചൈനയുടെ. അപ്പോൾ ഇവിടെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോയി ഫുഡ് കഴിക്കാൻ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വിവിധ തരത്തിലുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ. ചിലതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ളതാണ്. ഇതാ ഈ ഒരു ഐസ്ക്രീമും ബബിൾ ടീ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. വളരെ വിലക്കുറവാണ് ഇവിടുത്തെ സാധനം. യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഉള്ളിലെല്ലാം ഇവർ ഇതുപോലത്തെ ഒരു ഷോപ്പ് കൊടുത്തിട്ട്. അപ്പം എൻ്റെ മോൻ എപ്പോഴും എന്നോട് പറയാം, അതാ അവിടെ അമ്മേ, അവിടെ നല്ല സാധനം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാറുള്ള ഒരു ഇതാണ്. ഇതാ ഇവിടെ ആൾക്കാർ ഓൾറെഡി ഇത് ഡിന്നർ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 4:30 സമയമായിട്ടുള്ളൂ എന്ന് വിചാരിക്കണം. അപ്പത്തേനും ചൈനീസുകാരുടെ ഡിന്നർ തുടങ്ങി കഴിഞ്ഞു. ഇതാ ഇവിടെ കുറേ പേര് ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇതാ ഫുഡ് കഴിക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുണ്ടല്ലേ, എല്ലാവരും കോല് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ കഴിക്കുന്നത്. ഇവിടെ അല്ലാണ്ട് സ്പൂണൊന്നും നമുക്ക് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ വളരെ റെയറായിട്ട് നമുക്ക് സ്പൂണും ഫോർക്കും ഒക്കെ കിട്ടത്തുള്ളൂ. എല്ലാവരും ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ കഴിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു മാളിൽ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഇത് ഹുവായിയുടെ ഒരു ഷോറൂമാണ്.
ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഇട്ടിരുന്നു. 3 ലക്ഷം രൂപയുടെയൊക്കെ മൊബൈൽ, ഹുവായി വാവേ എന്നൊക്കെ പറയും ആ കമ്പനിയുടെ. ഞാൻ കണ്ടതായിട്ട് ഒരു ഷോർട്സ് ഇട്ടിരുന്നു. ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ അവിടോട്ട് നടക്കുമ്പോൾ അവിടെ ഒരുപാട് കാറുകൾ വെച്ചിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പം സുജിത് ഭക്തൻ കാണിച്ച കാർ ഇതാണോന്ന് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ അവിടെ പോയി കുറേ ഇലക്ട്രിക് കാറുകൾ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കാറുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ കാറുകളുടെ മോഡലും കാറിൻ്റെയൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ വില ഏകദേശം 30 ലക്ഷം രൂപയാണ്. നല്ല അടിപൊളി കാറാണ്. ഇലക്ട്രിക് EV കാറുകളാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ടോ? ഇത് തന്നെയാട്ടോ സുജിത് ഭക്തൻ കാണിച്ച കാറ്, ഇത് തന്നെയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഇൻറ്റീരിയലെല്ലാം അടിപൊളിയാട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ കാറുകളുടെയൊക്കെ കാഴ്ച ഞാനും കണ്ടു. ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ നോക്കിക്കേ, എന്താ പൊളിയാന്ന് നോക്കിയേ. ഞാൻ ഉള്ളിൽ കയറി നിന്നിട്ട് കാണിച്ചു തരാവേ. അതുണ്ടല്ലേ അതിൻ്റെ ഉൾഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച. അതിൻ്റെ ഹാൻഡിലൊക്കെ കാണാൻ വേണ്ടി ഇതുണ്ട്, ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട്. ഒരുപാട് ഈ ഹുവായി എന്ന് പറഞ്ഞ ഈ കമ്പനിക്ക് തന്നെ കാറും TVയും എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാറിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അങ്ങനെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള കാറുകളെല്ലാം കണ്ട് അതാ ഞാൻ അവിടെ നിന്ന് ഇതാ ഈ ഒരു കാർ കേട്ടോ. അടിപൊളി ലുക്കല്ലേ ഇത് കാണാൻ വേണ്ടി. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു മാളിൽ കയറിയിട്ടുണ്ട്, ഒരു സൈഡ് മൊബൈലായിരിക്കും, ഒരു സൈഡ് അതിൻ്റെ തന്നെ കാറുകളായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാഴ്ച ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് വന്നാൽ, ഒരു മാളിൻ്റെ അകത്ത് വന്നാൽ കാറ് മേടിച്ച് വീട്ടിൽ പോകും. അതാ വലിയ TVകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെ തന്നെയായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ആ മാളിൻ്റെ 2nd ഫ്ലോറിലോട്ട് നടക്കുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഇത് ജപ്പാൻ ഫുഡ് കിട്ടുന്നതാണ് കേട്ടോ. സാൽമണൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന മീൻ കണ്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചയും നമുക്കിതാ കാണാൻ വേണ്ടി പറ്റും. ഇതാ ജപ്പാൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. തൊട്ടപ്പുറത്ത് വേറെയും റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അവരെത്ര അടിപൊളിയായിട്ടാണത് ഡെക്കറേറ്റ് വെച്ചിരിക്കുന്നത് നോക്കി. ഇത് തായ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ നല്ല അടിപൊളിയായിട്ട് അവരത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത ഷോപ്പിലോട്ട് ഇത് നോക്കിക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ എന്ത് ഭംഗിയാല്ലേ, അടിപൊളിയാ. ഈ ഒരു സാധനത്തിന് എടാ ഇതിന് 10,000 രൂപ, ഈ സാധനത്തിന് 10,000 രൂപ, ഈ സാധനത്തിന് 10,000 രൂപ, ഈ സാധനത്തിന് 11,000 രൂപ. എൻ്റെ അമ്മോ, വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് വേണ്ട. ഈ ഒരു സാധനത്തിന് 36,000 രൂപയാട്ടോ. ഇയാളുടെ വില 37,000 രൂപയോളം. എൻ്റെ അമ്മോ, 19,000, അതായത് 20,000 രൂപയായി കാളക്കുട്ടന്മാരുടെ വില. അങ്ങനെ ഇവിടെയുള്ള എല്ലാം എക്സ്പെൻസീവ് ആട്ടോ. ബാർബി ഡോൾസിന്റെ സെക്ഷനാ. 249, 2,500 രൂപ, ആ ഒരു റേഞ്ചിലാട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഈ സാധനങ്ങളുടെ എല്ലാം വില. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ചൈനയിലെ സാധനങ്ങള് ക്വാളിറ്റി ഇല്ല എന്നും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതൊന്നും അല്ല ചൈനയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ശരിക്കുള്ള ചൈനയുടെ ക്വാളിറ്റി. അതാണ് ഒന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം കേട്ടോ. 5,000 രൂപ ഈ ഒരു ടോയിന്, ഒരു ചെറിയ ടോയ്ക്ക്. എൻ്റെ അമ്മു, 3,000 രൂപ. വാ നോക്കാം നമുക്ക്. ഏതാ 3,000 രൂപ ഈ ചെറിയൊരു ബൊമ്മയ്ക്കല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെയാ. പക്ഷെ നമ്മള് ഇതുവല്ല നാട്ടിൽ കൊണ്ടുപോയ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ പറയും ഇതൊക്കെ വെറും ചൈനയുടെ സാധനല്ലേ, ചീപ്പാണ്. എന്തേ? 2,000 രൂപ ഇതിന്, 2,000 സംതിങ് ഈ ഒരു ചെറിയ ഇതിന്. ഇതിന് 169. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധന. എന്താ വില നോക്കിക്ക്. ഇവിടെയുള്ള സാധനങ്ങളുടെ ഒക്കെ വില നോക്ക്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കൂ. ആക്ച്വലി ചൈനയിലെ സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ചൈനീസുകാർ ഉപയോഗിക്കുന്നത്,
അല്ലേ? നമ്മുടെ നാട്ടിലെ ആൾക്കാര് മേടിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് കസ്റ്റമേഴ്സ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കി ഓരോ ടോയ്സിന്റെ ഒക്കെ വില 399 RMB, അതായത് ഒരു 4000 സംതിങ്. ടോയ്സിന്റെ ഒക്കെ 5000 രൂപ കൊടുത്തൊക്കെ ആരെങ്കിലും നമ്മുടെ നാട്ടില് ചൈനീസുകാര് മേടിക്കും, നമ്മുടെ നാട്ടിലെ ആൾക്കാർ മേടിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാര് ചൈനേനെ കുറ്റം പറയുകയും ചെയ്യും. അതാണ്. ഈ ഒരു ചെറിയ സാധനത്തിന് തന്നെ 950 രൂപയാ വില. അതേപോലെ ക്വാളിറ്റി ഉണ്ട്, നോക്കി നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഈ ഒരു ഇതിന്റെ വില നിങ്ങൾ നോക്കിക്കേ, 10000 രൂപയുടെ സാധന. ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാട്ടോ ചൈനീസുകാർ ഉപയോഗിക്കുന്നത്. ശരിക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളിവിടെ ചൈനയിൽ ഓരോ സാധനം മേടിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷെ നാട്ടിൽ ചൈനയുടെ സാധനങ്ങൾ ഭയങ്കര ചീപ്പായിട്ടും നാട്ടിൽ വിൽക്കുന്നു. പക്ഷെ അതിൽ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന ചീപ്പ് പ്രൈസിൻ്റെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കുറവായിട്ടുള്ള സാധനങ്ങളാണ് ചൈനയിൽ നിന്ന് അവർ മേടിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ചൈനയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം എക്സ്പെൻസീവ് സാധനങ്ങളായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. ചൈനീസുകാർ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡഡ് സാധനങ്ങളും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി 4:45 ആയതേ ഉള്ളൂ, പക്ഷെ രാത്രി ആയതുപോലെ. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം അല്ലേ? നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞു. ഇത് ഒരു മെയിൻ റോഡിന്റെ സൈഡാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ യാതൊരുവിധ ഒച്ചയും ബഹളവും ഒന്നുമില്ല. എല്ലാം ഡെഡ് സൈലന്റ് ആണ്. വണ്ടികൾ പോകുന്നതോ ഹോൺ അടിക്കുന്നതോ അങ്ങനെ ഒന്നും നമുക്കിവിടെ കേൾക്കാൻ വേണ്ടി പറ്റത്തില്ല. സൈലന്റ് ആട്ടോ. സിമ്പിൾ എവിടെ ഉണ്ടോ അത് മെട്രോ എന്ന് അർത്ഥം. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെട്രോ സ്റ്റേഷനിലോട്ടോ. അതൊക്കെ നല്ലൊരു സീൻ കണ്ടോളൂ. ഇതൊക്കെ ലൈറ്റ് എത്തുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? കല്ല് ചട്ടിയില്. ഇത് മെട്രോ സ്റ്റേഷനാണേ. മെട്രോ സ്റ്റേഷന്റെ ഒരു എൻട്രൻസ് ഭാഗം അല്ലേ? ഇവിടെ നിറയെ ഫുഡൊക്കെ ഉണ്ട്. നമ്മുടെ എയർപോർട്ടിന്റെ ഒക്കെ ഒരു പ്രതീതി. ശരി, അപ്പുറത്തൂടെ പോവാം. ഇതെല്ലാം മെട്രോ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാ. ശരിക്കും എയർപോർട്ട് പോലെ തോന്നുന്നില്ലേ അല്ലേ? തോന്നുന്നുണ്ടോടോ? ഇപ്പൊ നമ്മൾ എത്ര ഒരു 5 നില താഴോട്ട് ഇറങ്ങിയില്ലേ? അത്രയും അണ്ടർഗ്രൗണ്ടിലാണ് ഈ മെട്രോ സ്റ്റേഷൻ. അതിന്റെ നമ്മൾ പോയ മെട്രോയുടെ അടിയിൽ ഏറ്റവും അടിയിലൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, മാളിന്റെ ഫുഡ് കോർട്ട്. മിണ്ടി പോരുത് നീ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.